ബ്രോഡ്വേയിൽ മൈത്ര ബസാറിൽ ക്രിസ്മസ് പർച്ചേസിനായിട്ട് ഇറങ്ങിയതാണ്. വീടും ഫ്ലാറ്റൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോർത്ത് പോയതാണ്. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ പൊന്ന് ഏകദേശം ഒരു 8-9 മണിയായി ഇവിടെ എത്തുമ്പോൾ. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക്. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഓരോരുത്തർ എങ്ങനെയാണ് കയറി പോകുന്നത്. എനിക്ക് ചെന്നപ്പോൾ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ബൾക്ക് പർച്ചേസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ കവറും സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് എങ്ങനെ തിരിച്ചു വരുമോ എന്നുള്ളൊരു ടെൻഷൻ കയറുമ്പോൾ തന്നെയുണ്ട്. ഒന്നും നോക്കിയില്ല, അകത്തോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പയ്യെ കഴിഞ്ഞ് അകത്തോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു പാടാണ്. എന്നാലും മാക്സിമം ഇതിനകത്തേടെ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് തിരക്ക് കുറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങാനുള്ള രീതിയിലാണ് പോണത്. അല്ലെങ്കിൽ നമ്മൾ ഈ കവറും സാധനങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കില്ല ഈ തിരക്കിൻ്റെ ഇടയ്ക്കിടെ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എറണാകുളത്തുള്ളവർ തന്നെയല്ല, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. കൂടുതലും ചെറുപ്പക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ട്രീ ആണെങ്കിലും ഇപ്പോൾ ക്രിസ്മസിനുള്ള പുൽക്കൂടാണെങ്കിലും സ്റ്റാറുകളാണെങ്കിലും ലൈറ്റുകളാണെങ്കിലും മാസ്ക്, ക്രിസ്മസ് പവൻ്റെ സ്റ്റിക്ക്, അങ്ങനെ പല സാധനങ്ങൾ. പക്ഷെ ഇതൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്കും തിരക്കാണ്. അത് നിന്നത് കാണാനുള്ള സമയമോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ എപ്പോഴും ജാമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചെറിയൊരു മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് പെയ്തില്ല. അങ്ങനെ എല്ലാവരും കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നത്. പിള്ളേരുണ്ട്, ഫാമിലി ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് തിരക്കിക്കൂടെ നടക്കലാട്ടോ ബുദ്ധിമുട്ട്. അങ്ങനെ നിങ്ങൾ തന്നെ നോക്ക്, കാണാൻ പറ്റും എത്രമാത്രം തിരക്കാന്നുള്ളത്. ബിലാലേ ഇത് രണ്ടാണോ? കാലി എല്ലാ കൂട്ടത്തിലും
അങ്ങനെ ഏകദേശം മൊത്തം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത് ഞാൻ പുറത്തേക്ക് നടന്ന് വരാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ എടുക്കാനാണ്, ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ, പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് കിടക്കണമെങ്കിൽ തന്നെ ഒരു കഷ്ടപ്പാടാണ്. അപ്പോൾ അങ്ങനെ നടന്ന് ലാസ്റ്റ് ഞാൻ പുറത്തെത്താറായി. അപ്പോൾ എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. റോഡ് വഴി തിരക്കും നല്ല ലൈറ്റും കാര്യങ്ങളും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുറച്ച് തിരക്ക് കൂടുതലുണ്ടെന്നുള്ളൂ. പിന്നെ സ്ട്രീറ്റൊക്കെ ഭയങ്കര ചെറുതാണ്, ഗ്യാപ്പ് റോഡ് പോലത്തെ ഗ്യാപ്പായിട്ടുള്ള വഴികൾ. അപ്പോൾ ഇത്ര ആൾക്കാർ വന്നിട്ട് ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഭയങ്കര ചൂടും, പറയാൻ പറ്റുന്നില്ല എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ബ്രോഡ്വേയുടെ ഈ തിരക്ക് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. പർച്ചേസ് എനിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പകൽ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവും തോന്നുന്നില്ല. കാരണം ഈ രാത്രി വരുന്നത് കൂടുതലും ഈ ലൈറ്റ് കാണാനും വീഡിയോസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. നമുക്കൊരു ഉച്ച സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകാമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല, വലിപ്പം കൂടിയ സാധനങ്ങളാണ്. ക്രിസ്മസ് ട്രീ, അതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. വലിയ പുൽക്കൂട്, വലിയ കുറച്ച് സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെ ഉച്ചയ്ക്ക് വന്ന് തിരക്കില്ലാത്തപ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ബാക്കി വന്നിട്ടുള്ള സാധനങ്ങൾ മേടിക്കണം. വണ്ടി ഇട്ട് എങ്ങനെയാണെങ്കിൽ അങ്ങ് CSI പള്ളിയുടെ അവിടെയുള്ള പാർക്കിങ്ങിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുന്ന് അവിടെ വരെ നടന്നിട്ടൊക്കെ വേണം എത്താൻ വേണ്ടിയിട്ട്. കിട്ടണ കഞ്ഞി വാടോ 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 അവരവിടെ